ഹജ്ജ് ചെയ്യാൻ കഴിവുണ്ടായിരിക്കെ അയാൾ ഹജ്ജ് ചെയ്ത് മരിച്ചാൽ, നിങ്ങളൊക്കെ സ്വന്തത്തിലേക്ക് ചിന്തിച്ചോളിട്ടോ, നിങ്ങളെ താഴത്തേക്ക് നിങ്ങളെ കുടുംബത്തിലേക്ക് ചിന്തിച്ചോളി. ഹജ്ജ് ചെയ്യാതെ ബാപ്പ മരിച്ചു, വാപ്പന്റെ സ്വത്ത് ബാക്കിയുണ്ട് എങ്കിൽ ഒരു മയ്യത്തിന്റെ നിർബന്ധമായ ഇടപാട് കഴിച്ചിട്ടേ മയ്യത്തിന്റെ സ്വത്ത് ഒരുക്കാൻ പറ്റുള്ളൂ. ആരും ശ്രദ്ധിക്കാത്ത മസലയാണ്. മയ്യത്തിന് കടമുണ്ടെങ്കിൽ സ്വത്ത് വിറ്റ് വീട്ടണ്ടേ? മയ്യത്തിന്റെ കടം വീട്ടാതെ ആ സ്വത്ത് മക്കൾക്ക് എന്താക്കാൻ പറ്റൂല, ഓരി വെക്കാൻ പറ്റൂല, ഹലാലാവൂല, ഹറാമോ ആരേണ്ട സമ്പത്തോ. അതിന് എഗ്രിമെന്റ് ഉണ്ടോന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ഉണ്ടെങ്കിൽ ഒരാൾ എഗ്രിമെന്റ് ഒന്നും ഇല്ലാതെ പറഞ്ഞാൽ കൊടുക്കണം, ഓൻ പോയി മുക്കിക്കോട്ടെ നീയായിരിക്കണം. എന്നാലും നമ്മളെ വാപ്പ നമ്മൾ കുടുങ്ങരുത്. അപ്പൊ ഒരാള് മരിച്ചാൽ അയാളെ സമ്പത്തിൽ നിന്ന് ബാക്കി ആ മയ്യത്തിന്റെ ചെലവ് കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ ആ സമ്പത്ത് ഓഹരി വെക്കണമെങ്കിൽ ഹജ്ജിന്റെ പൈസ മാറ്റി വെക്കണം. അല്ലാതെ മക്കളെടുത്താൽ ബാപ്പയുടെ സ്വത്ത് അപഹരിച്ചതുപോലെ ഉണ്ടാകും. ബാപ്പന്റെ ഹക്ക് വിടാത്ത പോലെ ഉണ്ടാവും. നമുക്ക് ഹക്കാവൂല, ഹലാലാവൂല. അപ്പം വാപ്പന്റെ സ്വത്ത് ഓരി വെച്ചപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ കുറ്റക്കാരാവും. അപ്പൊ ഉമ്മനോടും ചോദിക്കണം, പണ്ട് വാപ്പ മരിച്ചപ്പോ മക്കൾക്കൊക്കെ സ്വത്ത് ഒപ്പിട്ട് കൊടുത്തപ്പോ വാപ്പ ഹജ്ജ് ചെയ്തിനിയോ? വാപ്പ ഹജ്ജൊന്നും ചെയ്തില്ല. എന്നാലിപ്പം നിങ്ങൾ എന്താക്കണം, മക്കളൊക്കെ കൂടിയിട്ട് ആ ഉപ്പയുടെ പൈസ ഓഹരി വെച്ച സ്വത്തിൽ നിന്ന് എടുത്തിട്ട് എന്താക്കണം, ഓഹരി വെച്ചത് ഒരുമിച്ച് കൂട്ടി ഹജ്ജിന് പോയ ഒരാൾ, ഹജ്ജിന് പോകാത്ത ഒരാൾക്ക് തൽക്കാലം ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കാൻ പറ്റൂല. ഹജ്ജിന് പോയ ഒരാളെ എന്താക്കുക, ആ പൈസ ഏൽപ്പിക്കുക. അയാൾക്ക് ഹജ്ജിനുള്ള ചെലവ് ഏൽപ്പിക്കണം. അയാൾ പോകുമ്പോ അയാളെ കുടുംബത്തിന് ജീവിക്കാനുള്ള ചെലവും കൊടുക്കണം.